മാന്യസരസിന് വന്ദനം. തിരുസന്നിധിയിൽ സ്നേഹജ്വാലയായി അണയാത്ത കടാവിളക്കായി കത്തിയെരിയുന്ന വിശുദ്ധ യോപ്രാസ്യമ്മയുടെ ജീവിതത്തിലേക്ക് ധ്യാനപൂർവം നമുക്ക് സഞ്ചരിക്കാം. അമ്മയുടെ കണ്ണുകളിൽ ദൈവസ്നേഹത്തിന്റെ തീനാളങ്ങൾ മിന്നുന്നത് നമുക്ക് കാണാനാകും. അലിവും കനിവും നിറഞ്ഞ അധരങ്ങളിൽ നിന്ന് പൊടിയുന്നത് ശാന്തി മാത്രം. മെലിഞ്ഞുണങ്ങിയ ആ കരങ്ങളിൽ ചലിക്കുന്നത് ജപമാല മണികൾ മാത്രം. നല്ലത് സ്വന്തമാക്കിയ അമ്മയുടെ ജീവിത വഴിത്താലുകളിലേക്ക് എത്തി നോക്കുമ്പോൾ പ്രസാദവരം പ്രകാശം ചൊരിയുന്നത് നമുക്ക് കാണാനാകും. എന്നും എവിടെയും എപ്പോഴും ദൈവഹിതം കണ്ടെത്തി അമ്മ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിരന്തരം മന്ത്രിച്ചു. നിത്യപിതാവേ, അങ്ങയുടെ ജീവിതം എപ്പോഴും വാഴ്ത്തപ്പെടട്ടെ. സ്നേഹയോഗ്യനായ ഈശോയെ, മാധുരവാനായ ഈശോയെ, ഏകാന്തവാസിയായ ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേക്ക് മാത്രമായി കത്തിയിരിയുന്ന ഒരു വിളക്കായി മാറട്ടെ. എപ്പോഴും കൊന്നു ചെല്ലുന്ന അമ്മ എന്നു അപരനാമം ഈ അമ്മയ്ക്കുണ്ട്. പ്രാർത്ഥനയാണ് ആത്മാവിൻ്റെ ഭക്ഷണം, ദിവ്യകാരുണ്യമാണ് ഊർജ സ്രോതസ്. ഒരു വേഴാമ്പലിനെ പോലെ ദിവ്യകാരുണ്യനാഥനെ നോക്കി കാത്തിരുന്ന ആ തപസ്വിനി സക്രാരിയിലെ കാവൽക്കാരിയായും ചലിക്കുന്ന സക്രാരിയായും മാറുകയായിരുന്നു. എപ്പോഴും ദൈവികമായ കാന്തിക വലയത്തിലായിരുന്നു യൂപ്രാസ്യമ്മ. എന്നും രാവിലെ ദേവാലയത്തിൽ ആദ്യം എത്തുന്നതും രാത്രി മനസ്സില്ലാ മനസ്സോടെ പിരിഞ്ഞു പോകുന്നതും അമ്മ തന്നെയായിരുന്നു. എനിക്ക് ഏക ആശ്വാസം എൻ്റെ ഈശോയുടെ അടുക്കൽ ചെല്ലുന്നതാകുന്നുവെന്ന് അമ്മ കൂടെ കൂടെ പറയാറുണ്ടായിരുന്നു.